നമസ്കാരം. മറ്റൊരു വീഡിയോ താരസംഘടന അമ്മയുമായി ബന്ധപ്പെട്ട എന്ന വീഡിയോ ആണ്. അമ്മയുമായി ബന്ധപ്പെട്ട വീഡിയോ കഴിഞ്ഞ ദിവസങ്ങളിൽ ചെയ്തിരുന്നു. ഇത് മറ്റൊരു പുതിയ സംഭവം അറിയാൻ കഴിഞ്ഞു. അതുമായിട്ട് ബന്ധപ്പെട്ടാണ് വാർത്ത ചെയ്യുന്നത്. സാധാരണ എക്സിക്യൂട്ടീവ് യോഗം ചേർന്നാണ് ഓരോ കാര്യങ്ങൾ തീരുമാനിക്കുന്നത്. അതിനുശേഷം എക്സിക്യൂട്ടീവ് മെമ്പർമാർ ഒരു വാട്സാപ്പ് ഗ്രൂപ്പ് ഉണ്ടാവും. അതിലേക്ക് മെസ്സേജ് ചെയ്തിട്ട് നമ്മൾ ഇന്ന കാര്യങ്ങൾ തീരുമാനിക്കൂ, അതിന് ഇന്ന ആളുകളെ ചുമതലപ്പെടുത്തിയെന്ന് പറയും. അങ്ങനെയാണ് ഇതിനു മുമ്പ് നടന്ന സംഭവം. എൻ്റെ അറിവിൽ നടന്നിരിക്കുന്നത് എങ്ങനെയാണ്. ഇപ്പോൾ വലിയൊരു പ്രശ്നത്തിലേക്ക് അതിൽ വലിയ അഭിപ്രായ വ്യത്യാസം എക്സിക്യൂട്ടീവ് അംഗങ്ങൾക്കിടയിൽ തന്നെ ഉണ്ടായിരിക്കുന്നു. അതിലേറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഒരു സ്പോൺസർഷിപ്പ് ചെയ്യുന്ന ഒരു സ്ഥാപനത്തിനോട് ഇവർ രേഖാമൂലം മെയിൽ ചെയ്ത് ചോദിക്കുന്നു. 17 ഫോൺ ആവശ്യമുണ്ട്. ഓഫീസ് പ്രവർത്തനം 17 ഫോൺ വേണം, അതോടൊപ്പം തന്നെ ലാപ്ടോപ്പുകൾ വേണം നമുക്ക് ആവശ്യപ്പെടുകയാണ്. എപ്പോഴും താരസംഘടന അമ്മയുമായി സഹകരിച്ചിരിക്കുന്ന ഒരു സ്ഥാപനത്തിനോട് മെയിൽ ചെയ്ത് ചോദിക്കുകയാണ്. അത് ഒരു എക്സിക്യൂട്ടീവ് മെമ്പർമാരും അറിഞ്ഞിട്ടില്ല. ഇവർ 1-2 പേര് അറിഞ്ഞിരിക്കുന്നു. പ്രസിഡൻറ്റും സെക്രട്ടറി അറിഞ്ഞൊന്നും എനിക്കറിയില്ല. മെയിൽ ചെയ്തിരിക്കുന്നത് അമ്മയുടെ ഔദ്യോഗിക മെയിലിൽ നിന്നാണ് എനിക്ക് കിട്ടുന്ന വിവരം. ഇതുമായി ബന്ധപ്പെട്ട് അവർ തിരിച്ചു മറുപടിയും നൽകി. താൽക്കാലികമായിട്ട് നൽകാൻ കഴിയില്ല, കാരണം ഓണത്തിൻ്റെ ബിസിനസ്സൊക്കെ കഴിഞ്ഞിരിക്കുന്നു, ഇപ്പോൾ നൽകാൻ കഴിയില്ല എന്ന് മറുപടി മെയിൽ അയച്ചിരിക്കുന്നു. അപ്പോൾ ഇതെന്താണ്, കൈക്കൂലിയാണോ? ഇത് വളരെ മോശമായ പ്രവണതയാണ്. താരസംഘടന അമ്മയുടെ പുതിയ എക്സിക്യൂട്ടീവ് കമ്മിറ്റിയിൽ ഉണ്ടായ ഒരു സംഭവമാണ്. ഈ എക്സിക്യൂട്ടീവ് കമ്മിറ്റിക്കാർ അറിഞ്ഞിട്ടില്ല, പല ആളുകളും അറിഞ്ഞിട്ടില്ല. ഇതിൽ 1-2 പേര് ചേർന്ന് മെയിൽ ചെയ്തിട്ട് 17 ഫോൺ എന്ന് പറയുമ്പോൾ എത്ര രൂപയായി? അതൊരു പാവങ്ങൾക്ക് വീട് വെച്ച് കൊടുത്താൽ പോരെ? ഒരു പ്രോഗ്രാം നടക്കുകയാണെങ്കിൽ ചോദിക്കാം, ഇതിന് പ്രൈസ് കൊടുക്കാൻ വേണ്ടി ഫോൺ വേണം, അല്ലെങ്കിൽ പ്രൈസ് കൊടുക്കാൻ വേണ്ടി ലാപ്ടോപ്പ് വേണം. ഇത് ആ എക്സിക്യൂട്ടീവ് മെമ്പർമാർ പല ആളുകളും പറഞ്ഞു. അത് ഭയങ്കര ചർച്ചയായിട്ടുണ്ട്. അത് മോശം പ്രവണതയാണ്. അത് താരസംഘടനയ്ക്ക് മൊത്തത്തിൽ ഓരോ താരങ്ങൾക്കും മോശമാവുന്ന പ്രവണതയാണ് കഴിഞ്ഞ ദിവസം ഉണ്ടായിരിക്കുന്നത്. ഇത് ഞാൻ അന്വേഷിച്ചപ്പോൾ മെയിൽ ചെയ്തിട്ടുണ്ട്. മെയിൽ കിട്ടി, അതിന് മറുപടി നൽകിയതും ഈ സ്ഥാപനത്തിൽ നിന്നും എനിക്ക് മറുപടി കിട്ടുകയും ചെയ്തു. ഇതുമായി ബന്ധപ്പെട്ട് ചില എക്സിക്യൂട്ടീവ് മെമ്പർമാരോട് ഞാൻ ഫോണിൽ സംസാരിച്ചു. അപ്പോൾ അവർ പറഞ്ഞു അതിൽ അഭിപ്രായ വ്യത്യാസമുണ്ട്, അതൃപ്തിയുണ്ട്. ഒരു കാരണവും ഞങ്ങൾ അറിയാതെയാണ്, ഞങ്ങളോടൊന്നും ഒരു ഡിസ്കഷൻ പോലും ചെയ്യാതെയാണ് ഇങ്ങനെ ഒരു മെയിൽ ചെയ്തത്. എന്നിട്ട് ചിലപ്പോൾ ഈ മെയിൽ ചെയ്തവർക്ക് പറയാമല്ലോ, നിങ്ങൾക്ക് ഞാൻ മെയിൽ ചെയ്തിട്ട് ഫോൺ നിങ്ങൾക്ക് തരുവാണ് എന്ന് പറഞ്ഞ് അവർക്ക് നാളാകാൻ നോക്കിയതാണ്. പക്ഷേ അത് വളരെ ഗുരുതരമായ ഒരു കുറ്റമായിട്ട് തന്നെ നമ്മൾ കാണണം. കാരണം ഇത്രയും മാത്രം ഫണ്ടുകൾ കൊടുക്കുകയും ഇത്രയും മാത്രം സ്പോൺസർഷിപ്പ് കൊടുക്കുന്ന ഒരു സ്ഥാപനത്തിനോട് ചോദിക്കുകയാണ് 17 ഫോൺ, ലാപ്ടോപ്പ്, കമ്പനിയുടെ ഓഫീസിലെ പ്രവർത്തനത്തിന് ലാപ്ടോപ്പ്, ഫോണുകൾ, എല്ലാവർക്കും 1-2 ഫോണുള്ളവരാ എക്സിക്യൂട്ടീവ് മെമ്പർമാർ. ഇനി ഈ ഫോൺ ആർക്കാണ്? ഇതൊന്നും അറിയാതെ ആ എക്സിക്യൂട്ടീവ് മെമ്പർമാർ കുറേ പേര് പാവങ്ങൾ അതിനകത്തുണ്ട് എന്നാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അത് മോശമാണ്. കൈക്കൂലിയാണോ എന്നുള്ളത് സംശയിക്കേണ്ടതായി വരും. അതോടൊപ്പം തന്നെ കഴിഞ്ഞ ദിവസം മറ്റൊരു സംഭവം ഉണ്ടായി. എക്സിക്യൂട്ടീവ് മെമ്പർമാരൊന്നും ആലോചിക്കാതെ, കമ്മിറ്റിയിൽ പോലും തീരുമാനമുണ്ടാകാതെ വനിതാ അവാർഡുമായി ബന്ധപ്പെട്ട് 2 വ്യക്തികളോടെ പോയിട്ട് അവാർഡ് ഷോ നടത്തുന്നതിനെക്കുറിച്ച് ആലോചിക്കുന്നു. അതിലും അതൃപ്തിയുണ്ട്. സാധാരണ എക്സിക്യൂട്ടീവ് കൂടിയനാണ് അവാർഡ് ഷോ നടത്തണം, എന്നിട്ട് നമുക്ക് സംസാരിക്കാം. അതിന് ചുമതലപ്പെടുത്തും ആളുകളെ. ആ ഇവൻറ്റിലുള്ളവരെ ചുമതലപ്പെടുത്തും. ആ ഇവൻറ്റിലുള്ള എല്ലാവരും പറയണം. അതിന് പ്രസിഡൻറ്റ് സെക്രട്ടറിൻ്റെ അനുമതി വേണം. ഇല്ലാതെയാണ് അത്തരമൊരു ചർച്ച. അതും വിവാദമായിട്ടുണ്ട്. എല്ലാം ഓരോരുത്തരുടെ തോന്നിയാസം രീതിക്ക് നടക്കുന്നു എന്നതിൻ്റെ ഏറ്റവും ഗുരുതരമായ കുറ്റമായി തന്നെ ഇത് കാണണം. ഒരു കാര്യങ്ങളും അറിയിക്കാതെ ചില ആളുകൾ വ്യക്തിപരമായി കാര്യങ്ങൾ നേട്ടമുണ്ടാക്കാൻ വേണ്ടി ചെയ്യുന്നു. അതിൻ്റെ ഉള്ളിൽ തമാശയ്ക്കാണെങ്കിലും ചില അംഗങ്ങൾ പറയുന്നുണ്ട്, ഒരു 5 വർഷമെങ്കിലും സിനിമ ചെയ്തവർ ഈ ഭാരവാഹി ഇരിക്കുന്നതായിരിക്കും നല്ലത്. തമാശയ്ക്ക് ചില അംഗങ്ങൾ വിളിച്ചപ്പോൾ 5 വർഷത്തിനുള്ളിലെങ്കിലും ഒരു സിനിമ ചെയ്തവർ ഭാരവാഹി ആവുകയാണെങ്കിൽ പ്രേക്ഷകർക്കും അറിയാം, ആളുകൾക്കും അറിയാം, ഇദ്ദേഹം ഈ അമ്മയിൽ എന്താ ചെയ്യുന്നതെന്നും അറിയാനും പറ്റും. പക്ഷേ ഒന്നും അറിയില്ലാത്ത കുറേ ആളുകൾ, വിരലുണ്ടാവുന്ന കുറച്ച് ആളുകൾ വന്നിട്ടാണ് ഇത്തരം പരിപാടി ചെയ്തിരിക്കുന്നത്. അതോടൊപ്പം തന്നെ മോഹൻലാലിന് അവാർഡ് കിട്ടിയ ഉടൻ തന്നെ ലാലേട്ടൻ്റെ വീട്ടിലേക്ക് പോയി അനുമോദിച്ചു. അത് വെരി ഗുഡ്, നല്ല കാര്യമാണ്. പക്ഷേ അതും വാട്സാപ്പ് ഗ്രൂപ്പിൽ ഒരു മെസ്സേജ് പോലും ഇടാതെയാണ്, എല്ലാവരും അറിയിക്കാതെയാണ് ചെയ്തതെന്ന് ഒരു ആരോപണം വരുന്നുണ്ട്. ഇങ്ങനെയെല്ലാം ചില ആളുകൾക്ക് സ്വന്തം ഇഷ്ടപ്രകാരം കാര്യങ്ങൾ ചെയ്യുന്നു. അതിനുശേഷം ഈ ഫോൺ ഫോണിന് മെയിൽ അയച്ചതിന് ശേഷം ആ മെയിൽ ചെയ്ത അംഗം മറ്റ് 2 അംഗങ്ങളോട് ഈ സ്ഥാപനവുമായിട്ട് ബന്ധമുള്ളവരോട് പറയുകയാണ്, നമ്മളിങ്ങനെ മെയിൽ അയച്ചിരുന്നു, നമുക്ക് ഇല്ല എന്ന് പറഞ്ഞാൽ നിങ്ങളൊന്ന് ബന്ധപ്പെടാമോ, നമുക്ക് ഈ കാര്യങ്ങൾ. അപ്പോൾ ഇവർ തന്നെ കൈയൊഴിഞ്ഞു. നിങ്ങൾ ആരോട് ചോദിച്ചിട്ടാണ് ഇത് ചെയ്തത്, ഇതാര് പറഞ്ഞിട്ടാണ് ചെയ്തതെന്ന് ഇവർ കൈയൊഴിയുന്ന ഒരു സാഹചര്യമുണ്ടായി. അത്
താരസംഘടന അമ്മയിലെ എല്ലാ അംഗങ്ങളും അറിയണം. ഇങ്ങനെ ആരോടൊക്കെ ഇവരെന്തൊക്കെ വാങ്ങുമായിരിക്കും, ആരോടൊക്കെ എന്തൊക്കെ സാധനങ്ങൾ വാങ്ങുമായിരിക്കും. ആദ്യം എക്സിക്യൂട്ടീവ് ഒരു സ്പോൺസർമാരും വേണ്ട എന്ന് പറഞ്ഞ് മുന്നോട്ട് പോയവർ പിന്നീട് പിറ്റേ ദിവസത്തെ ഇതിന് സ്പോൺസർഷിപ്പ് ഫുഡിലേക്ക് ആളുകൾ കൊണ്ടുവരുന്നു. ഒരു സ്പോൺസർഷിപ്പും വേണ്ട എന്ന് പറയുന്നു. സ്പോൺസർഷിപ്പൊന്നും വേണ്ട എന്ന് ഞാൻ പറയില്ല, വേണം എങ്കിലും ഉള്ളൂ, ഇത് മുന്നോട്ട് പോകുള്ളൂ, ഫണ്ട് ഉണ്ടാക്കണമല്ലോ. അപ്പം നിലവിലെ പൈസ എടുത്ത് ഉള്ള ഒരു യാത്ര മാത്രമാണ് ഇത്. കഴിഞ്ഞ് പുതിയ പരിപാടികൾ എന്താണ് ചെയ്യാനുള്ള ആസൂത്രണം ഒന്നും ഇതുവരെ കമ്മിറ്റിയിൽ ഉണ്ടായിട്ടില്ല. ഇത് തന്നെയാണ് ഈ കമ്മിറ്റിയിൽ ഉണ്ടായത്. അതൊന്ന് പ്രേക്ഷകർ അറിയണം, ഇങ്ങനെയൊക്കെ അമ്മയിൽ നടക്കുന്നുണ്ട്. അതുപോലെ തന്നെ എല്ലാ താരങ്ങളും അമ്മയിലെ മെമ്പർമാരായ 506 പേരും ഇത് അറിയണം. കൈക്കൂലിക്കാണോ ഇത് ചോദിച്ചത് എന്ന് അറിയേണ്ടതായുണ്ട്. അത് എന്തായാലും 10-ാം തീയതി കൂടുന്ന എക്സിക്യൂട്ടീവ് യോഗത്തിൽ ഒരു ചർച്ച കാണും. അതോടെ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ഈ ഇലക്ഷനുമായി ബന്ധപ്പെട്ട് ഇലക്ഷൻ സമയത്ത് കൊച്ചിയിലെ ഒരു വലിയ ഹോട്ടലിൽ ഹോള് സഹിതം എടുത്തിരുന്നു. ആ ഹോളിൻ്റെ പൈസ കൊടുക്കാനുണ്ട്. ഇതുമായി ബന്ധപ്പെട്ട് അവർ മെയിലയച്ചു, ഇവിടുന്ന് മെയിലയച്ചു. അവിടെ എന്തോ ഒരു സാങ്കേതിക പ്രശ്നം വന്നിട്ട് അതിൻ്റെ പൈസ കുറച്ച് കൊടുക്കാമെന്ന് അവർ പറഞ്ഞിരുന്നു. എന്നിട്ടും അവരുടെ പൈസ കൊടുക്കാതെ ഇവിടെ ഉള്ള ഒരു എക്സിക്യൂട്ടീവ് മെമ്പറിനെ നിരന്തരം അവർ വിളിക്കുകയും ആ മെമ്പർ ഇവരോട് ആവശ്യപ്പെടുകയും ചെയ്തു, പൈസ കൊടുക്കാനൊന്ന് ആവശ്യപ്പെടുകയും ചെയ്തിട്ട് ഇതുവരെ പൈസ കൊടുത്തില്ല. അപ്പം ഇത് പൈസ കൊടുക്കേണ്ടതൊക്കെ ഈ ആരാണ്? ഈ ട്രഷറർ സ്ഥാനത്തിരിക്കുന്ന വ്യക്തിയാണ്. അദ്ദേഹം അത് ഒരു ഇത്രയും വലിയൊരു പരിപാടി എടുത്തിട്ട് താരസംഘടന അമ്മയ്ക്ക് മൊത്തത്തിൽ മോശം വരുന്നതിലേക്ക് ആ പൈസ കൊടുക്കാൻ മടി കാണിക്കുന്നു. അങ്ങനെ ഒരു വിഷയം ഇന്നലെ വരെ നടന്നിട്ടുണ്ട്. ഇന്നിപ്പോൾ ഈ വീഡിയോ ചെയ്യുമ്പോൾ കൊടുത്തതെന്ന് എനിക്കറിയില്ല. ഇന്നലെ വരെ കൊടുത്തിട്ടില്ല എന്നാണ് എനിക്ക് കിട്ടുന്ന വിവരം. അവർ പല പ്രാവശ്യം ബന്ധപ്പെട്ടപ്പോഴും പൈസ തരാം, അത് ഞങ്ങൾ സംസാരിച്ച് തീർത്തോളാം എന്ന് ഈ ട്രഷറർ സ്ഥാനത്ത് നിൽക്കുന്ന ആൾ സംസാരിച്ചു എന്നാണ് എനിക്ക് കിട്ടുന്ന വിവരം. എന്തായാലും വളരെ മോശം പ്രവണതയാണ് താരസംഘടന അമ്മയിലുണ്ടാകുന്ന ഈ എക്സിക്യൂട്ടീവ് കമ്മിറ്റി വന്നതിന് ശേഷം. എന്നാൽ പല അംഗങ്ങളും ഇതൊന്നും അറിയുന്നില്ല. അതാണ്, മുതിർന്ന അംഗങ്ങളായ പല ആളുകളും ഇതൊന്നും അറിയാതെയാണ് ചില ആളുകൾ ഇങ്ങനെ പരിപാടി നടത്തുന്നത്. കഴിഞ്ഞ എക്സിക്യൂട്ടീവ് യോഗത്തിൽ ഒരാൾക്ക് 3000 രൂപ വെച്ച് ബാറ്റ എന്ന് വെച്ചാൽ അലവൻസ് കൊടുക്കാൻ തീരുമാനിച്ചു. അതും തെറ്റായ കീഴ്വഴി. ഇന്ന് വരെ അങ്ങനെ കൊടുത്തിട്ടില്ല. ട്രാവൽ എക്സ്പെൻസ് കൊടുക്കാറുണ്ട്. ടിക്കറ്റൊക്കെ ഹാജരാക്കി കഴിഞ്ഞാൽ ലോങ്ങിൽ നിന്ന് വരുന്ന ആൾക്ക് പൈസ കൊടുത്തിട്ടുണ്ട്, ഇതിന് മുമ്പ് കൊടുത്തിട്ടുണ്ട്. പക്ഷേ ഇതൊരാൾക്ക്, നേരത്തെ പറഞ്ഞാൽ പറന്നു വരുന്നവർക്കും നടന്നു വരുന്നവർക്കും 3000 രൂപ വെച്ച് കൊടുക്കുന്നു. അത് അമ്മയുടെ ഫണ്ടാണ്. ആ ഫണ്ടുണ്ടെങ്കിൽ മറ്റുള്ളവർക്ക് എന്തെങ്കിലും ഉപകാരം ചെയ്യാം, കൈനീട്ടത്തിന് വർദ്ധിപ്പിക്കാൻ പറ്റും. അങ്ങനെ മാസം 51,000 രൂപ, ഒരു വർഷമാകുമ്പോൾ എത്ര രൂപയായി? അതും കമ്മിറ്റിയിൽ ഒരു കൈയടിച്ച് പാസ്സാക്കുന്നത് എനിക്ക് കിട്ടുന്ന വിഷയം എന്ന് വെച്ചാൽ അതിലും വിമർശനമുണ്ട്. അങ്ങനെ എല്ലാ കാര്യത്തിലും വിമർശനത്തോടു കൂടിയാണ് പോകുന്നത്. എന്തായാലും കഴിഞ്ഞ ദിവസം കൂടിയ യോഗത്തിൽ എനിക്ക് കിട്ടിയ വിവരമനുസരിച്ച് മെമ്മറി കാർഡ് പരിശോധനയുമായി ബന്ധപ്പെട്ട മെമ്മറി കാർഡിൻ്റെ വിഷയത്തിൽ 5 അംഗ കമ്മിറ്റി രൂപീകരിച്ചിട്ടുണ്ട്. അതിൽ കമ്മിറ്റി മെമ്പർമാരെ വെക്കുന്ന കാര്യത്തിൽ ഒരു അഭിപ്രായ വ്യത്യാസമുണ്ട്. ഇതുവരെ ആ കമ്മിറ്റി അംഗങ്ങൾ വെക്കണമെന്ന് പറഞ്ഞിട്ട് ഇന്ന് വരെ ആ കമ്മിറ്റി അംഗങ്ങളെ വെച്ചുകൊണ്ട് ഇതിൻ്റെ ഒരു അന്വേഷണത്തിൽ പോയിട്ടുമില്ല. 60 ദിവസത്തിനുള്ളിൽ പരിഹരിക്കണമെന്നാണ് ആവശ്യപ്പെട്ടിരിക്കുന്നത്. അതും ഇതുവരെ നടന്നിട്ടില്ല. എന്തായാലും ഈ ഫോണും ലാപ്ടോപ്പും ചോദിച്ചത് എന്തിനാണ് എന്നുള്ള കാര്യം ഇവർ എന്തായാലും അടുത്ത മീറ്റിംഗിൽ വ്യക്തത വരുത്തേണ്ടതായി വരുമെന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല. 25 കാറുകൾ, 30 സ്കൂട്ടറുകൾ, 30 ഗോൾഡ് കോയിൻസ്, 60 ഇന്റർനാഷണൽ ട്രിപ്സ്, ദിവസേന 1,00,000 രൂപ, 25 കോടി രൂപയുടെ ഡിസ്കൗണ്ടുകളും സമ്മാനങ്ങളുമായി മൈജി ഓണം മാസോണം. മൈജി ഫ്യൂച്ചർ, എക്സ്പീരിയൻസ് ദി നെക്സ്റ്റ്. പൂവ് പോലൊരു പുട്ടുണ്ടേ അജ്മിയുടെ പുട്ടും. വിളമ്പാം നല്ല വിശേഷം. അജ്മി സ്റ്റീം മെയ്ഡ് പുട്ടുപൊടി.